നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മെയ് മാസം 10-ാം തീയതി മുതൽ 16 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 11-ാം തീയതി ചൊവ്വ മേടം രാശിയിലേക്കും, 14-ന് ശുക്രൻ മിഥുനം രാശിയിലേക്കും, 15-ന് സൂര്യൻ ഇടവം രാശിയിലേക്കും, 15-ാം തീയതി തന്നെ ബുധനും ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ ആഴ്ചയിൽ മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഇവർക്ക് പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുന്ന ദിവസങ്ങളിൽ വളരെ വലിയ കുറേ ചിലവുകൾ വരുമെന്ന് കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് പൊതുവെ ഗുണകരം. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, സ്വന്തം വ്യക്തിത്വത്തിൽ അഭിമാനം, മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കൽ. പ്രധാനമായും ഈ ആഴ്ചയിൽ ഇങ്ങനെയാണ് ഇവരുടെ ഒരു അവസ്ഥ പോകുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ശാരീരികമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന കാര്യത്തിലും മറ്റുള്ളവരോട് ഇടപഴകുന്ന കാര്യത്തിലും അതുപോലെ തന്നെ വേഗതയിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ കരുതലോടുകൂടി ചെയ്യണം. പരമാവധി വേഗത കുറച്ച് സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് വികാരാവേശം പല കാര്യങ്ങളിലും കടന്നു വരും എന്ന് കാണാം. പ്രത്യേകിച്ചും ശാരീരികമായ പ്രവർത്തനങ്ങളിൽ, വാഹനം ഓടിക്കുന്നതിൽ, പ്രവൃത്തികൾ ചെയ്യുന്നതിൽ, ഭാരമുള്ള വസ്തുക്കളോ അതുപോലെ തന്നെ മൂർച്ചയുള്ള ആയുധങ്ങൾ പോലെയുള്ള വസ്തുക്കളോ, തീയോട് പെരുമാറുമ്പോഴോ അതുപോലെ ഇലക്ട്രിസിറ്റിയോട് പെരുമാറുമ്പോഴോ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് കാണുന്നു. അപകട സാധ്യതകൾ കാണുന്നുണ്ട് ആദ്യത്തെ ദിവസത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ സ്പീഡ് കുറയ്ക്കുക. പൊതുവെ മേടക്കൂറുകാർക്കൊരു അഗ്രസീവ്നെസ് ഉണ്ട്. കാര്യങ്ങൾ ചൊവ്വയുടെ രാശിയാണ്. ചൊവ്വയുടെ അധിപൻ എന്ന് പറയുമ്പോൾ വേഗത കൂടുതലുള്ള, ഔത്സുക്യമുള്ള, ഉത്സാഹമുള്ള, പ്രവർത്തനക്ഷമതയുള്ള ഒരു പ്ലാനറ്റാണ്, ഒരു ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ പ്രാതിനിധ്യം, ചൊവ്വയുടെ ശക്തി വർദ്ധിക്കുന്ന സമയങ്ങളിൽ, ജന്മരാശി വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ ആലസ്യമോ മറ്റു തരത്തിലുള്ള വൈമുഖ്യമോ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും എന്നും ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശമാണ് ഈ വികാരാവേശം കൊണ്ടുണ്ടാകുന്ന വാക്കുകൾ, അത്തരം ക്ഷോഭം, ദേഷ്യം ഇതൊക്കെ വരാം. അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാണ്. ഈ ആഴ്ചയിൽ പൊതുവെ അവർക്ക് ആഴ്ചയുടെ അതായത് ആദ്യ പകുതി 10-ാം തീയതി മുതൽ ഏകദേശം 12-ാം തീയതി വരെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയങ്ങളും കാണുന്നുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുന്ന ദിവസങ്ങളിൽ 1.5-2 ദിവസങ്ങളോളം അനാമത്തായ കുറച്ച് ചിലവുണ്ടാകുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ശാരീരികമായ അവശത കൊണ്ടോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ ഉണ്ടാകാവുന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, പ്രത്യേകിച്ചും മേടക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങളിൽ, അത് മാതാവാകാം, അല്ലെങ്കിൽ സഹോദരിയാവാം, ഭാര്യയാവാം, മകളാവാം, സ്ത്രീ സുഹൃത്തുക്കളാവാം, ഇവർക്കുണ്ടാകാവുന്ന ഏതെങ്കിലുമൊക്കെ വിപത്തുകൾക്കോ അല്ലെങ്കിൽ ഇവർക്കുണ്ടാകുന്ന മറ്റേതെങ്കിലും മാനസിക വിഷമങ്ങൾക്കോ ഇവർ കൂടി പങ്കാളിയാവേണ്ടി വരികയും അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ ശാരീരികവും സാമ്പത്തികവുമായ ചിലവുകൾ വഹിക്കേണ്ടി വരുന്നതായും കാണുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് വളരെ നല്ലതാണ്. സ്വന്തം വ്യക്തിത്വം വർദ്ധിക്കുന്ന തരത്തിൽ മാനസിക സന്തോഷവും അതുപോലെ ശാരീരിക ബലവും വർദ്ധിക്കുന്ന സമയമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നടക്കുന്നു. അതുപോലെ പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് സഹോദര സ്ഥാനത്തുള്ളവർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഇവരിൽ നിന്ന് സഹായം ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ തിരിച്ചും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ അവരുടെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ബന്ധുക്കളിൽ നിന്നോ, ഇതൊന്നുമല്ലെങ്കിൽ ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ള, ഇവരുടെ ഉയർച്ചയിൽ ഇഷ്ടമുള്ള അഭ്യുദയകാംക്ഷികളായ വ്യക്തിയിൽ നിന്നൊക്കെ സഹായമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. സാമ്പത്തികമായി അല്പം പരുങ്ങൽ പൊതുവെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടെങ്കിലും ഈ ആഴ്ചയിൽ താരതമ്യേന അത് ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10, 11, 12 രാത്രി 8:30 വരെയും ശേഷം 14 രാത്രി 10 മണിക്ക് ശേഷം 15, 16 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളിലെ വിജയം, ആഴ്ചയുടെ ആദ്യത്തെ ദിവസം, അതൊരു ഹാഫ് ഡേ മാത്രമേ കാണുന്നുള്ളൂ. ആദ്യ ദിവസം ആഴ്ചയുടെ തുടക്ക ദിവസം ഉച്ചയ്ക്ക് ശേഷം തൊട്ട് തന്നെ ഇവർക്ക്
പ്രവർത്തനങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഇവർ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നു ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. തങ്ങളുടെ ജോലിയെക്കുറിച്ചോ തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ തങ്ങളുടെ തൊഴിൽ സംരംഭങ്ങളിൽ ഉണ്ടാകുന്ന മികവിനെക്കുറിച്ചോ മറ്റുള്ളവർക്ക് ആദരവുണ്ടാവുകയും അവർ ഇവരോട് അത് പ്രകടിപ്പിക്കുകയും അത് മേലധികാരികൾക്ക് അറിയുകയും ഏതെങ്കിലും വിധത്തിലുള്ള പുരസ്കാരമോ അംഗീകാരമോ അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള ഉറപ്പോ ഒക്കെ ഇവർക്ക് ലഭിക്കുന്നു. അതുകഴിഞ്ഞ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം തൊട്ട് ഇവർക്ക് ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം ഒക്കെ ഉണ്ടാകുന്നു. ആഴ്ചയുടെ അവസാനത്തെ 1.5 ദിവസം സാമ്പത്തികമായി അധിക ചിലവ് വരുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ജലദോഷ സംബന്ധമായ ജലജന്യമായ അസുഖങ്ങളാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. അല്ലെങ്കിൽ ഇവർ തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില അധിക ചെലവെന്ന് പറയുമ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളിലെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കണമെന്നോ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളണമെന്നോ ഒക്കെ വിചാരിച്ച് കുറേ അധികം പണം അല്ലെങ്കിൽ ഇവർക്ക് താങ്ങാവുന്ന തരത്തിലുള്ള പണം അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നത് കാണാം. പെട്ടെന്ന് ചില യാത്രകൾ ഇവർ പോകേണ്ടി വരുന്നതായി കാണുന്നു. അത് ജോലിയുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ഇവരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ചെയ്യുന്ന ചില സഹായ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നതായി കാണുന്നു. വലിയ താഴ്വാരങ്ങളും കുന്നും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതായി വരുന്നതായി കാണുന്നുണ്ട്. സാഹസിക യാത്രയായതിനാൽ ഒരല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ശാരീരികമായ അവശത, യാത്രാക്ഷീണം അല്ലെങ്കിൽ പേശി സംബന്ധമായോ ജോയിൻ പെയിനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അതായത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠ സഹോദരന്മാർക്കോ ഒക്കെ എന്തെങ്കിലും ശാരീരിക അവശതയുണ്ടാകാം. അത് പ്രധാനമായും വാദസംബന്ധമായോ പേശി സംബന്ധമായോ ഉള്ള അസുഖമാകാനാണ് സാധ്യത. ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ തൊട്ട് വളരെ ഗുണകരമായ അവസ്ഥ കാണുന്നു. തങ്ങളുടെ സൗന്ദര്യം അതായത് പൊതുവെ ശാരീരിക വ്യക്തിത്വം കുറച്ചുകൂടി ആകർഷകമാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് ആഴ്ചയുടെ 2ാമത്തെ പകുതിയിൽ മുഖ സൗന്ദര്യം വർദ്ധിക്കുന്നതായി കാണുന്നു. അതുപോലെ അവർക്ക് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നോ സ്വന്തം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ തർക്കമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നതായിട്ടോ കാണുന്നു. പൂർവിക സ്വത്ത് അവർക്ക് കിട്ടുന്നതായി കാണുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായം ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇവർക്ക് നൽകുന്നതായിട്ടും കാണുന്നു. അത്തരം സഹായം ആവശ്യമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്തവർക്ക് അല്ലാതെ തന്നെ ധനം വരുന്നതായും കാണുന്നു. പൊതുവെ ഗുണകരമാണ്. എന്നാൽ കണ്ണ്, അതുപോലെ തന്നെ പുരികം, തലമുടി ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും ത്വക്ക് സംബന്ധമായ അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പിതാവിനും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ആരോഗ്യ സംബന്ധമായ അത്ര നല്ലതല്ല എന്ന് കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചിലപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ടോ ഉള്ള കാര്യങ്ങളിലും ചെറിയ തടസ്സമുണ്ടാകുന്നതായി കാണാം. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് അനുകൂലമായി വരുന്നതായും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10 ഉച്ച കഴിഞ്ഞ് 11, 12, 13, 14 തീയതി രാത്രി 10:30 വരെ ഇവർക്ക് ഗുണകരമായ ദിവസങ്ങളാണ് താരതമ്യേന. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടം കൃത്യമായി ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കഴിവ് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ളതും ആഴ്ചയുടെ 2ാം പകുതിയിലാണ്. തങ്ങളുടെ കഴിവുകളിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുറവ് അവർക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ചില സഹായങ്ങൾ വരുമെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾക്ക് ഇവർക്കുണ്ടാകാം. അതായത് ആഴ്ചയുടെ ആദ്യ പകുതിയിലെ കാര്യങ്ങളാണ്. എന്നാൽ 2ാം പകുതി തൊട്ട് ആദ്യത്തെ 3 ദിവസങ്ങൾക്ക് ശേഷം 3-3.5 ദിവസങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ പൊതുവെ അനുകൂലമായി വരുന്നു. ഇവർക്ക് ഇവരുടെ പ്രവർത്തന മേഖലയിലുണ്ടായിരുന്ന ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ പരിഹരിക്കപ്പെടുന്നതായി കാണുന്നു ആഴ്ചയുടെ 2ാം പകുതിയിൽ. അതിൻ്റെ ഫലമായി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കുറച്ചുകൂടി മറ്റുള്ളവരാൽ പ്രീതി കിട്ടുന്ന തരത്തിൽ, മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്ന തരത്തിൽ ഇവരുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നതായി കാണുന്നു. അതുപോലെ ആരോഗ്യവും മനസ്സിൻ്റെ സാന്നിധ്യവും കുറച്ചുകൂടി പോസിറ്റീവായി മാറുന്നു, അനുകൂലമായി മാറുന്നു. തങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാലും അതൊന്നും അത്ര കണ്ട് ഗൗനിക്കാതെ ചിലപ്പോൾ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ആ അവസ്ഥയ്ക്ക് പൂർണ്ണമായും മാറ്റം വരികയാണ്.
തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ വന്ന് വിളിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആദരവ് ഇവർക്ക് കിട്ടിത്തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ സാമ്പത്തികം ഇവർക്കിപ്പോൾ ലഭിക്കാൻ സാധ്യമാകും. വിലപേശാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. പ്രോപ്പർട്ടി സംബന്ധമായുണ്ടായിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു, അല്ലെങ്കിൽ പരിഹാരമുണ്ടാകാവുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ അനുകൂലമായി വരുന്നു. അതുപോലെ സഹോദരസ്ഥാനത്തുള്ളവരുമായി ഉണ്ടായിരുന്ന സഹോദരസ്ഥാനത്തുള്ളവരുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. സൗഹാർദ്ദങ്ങൾക്ക് വിള്ളലേൽക്കുന്ന തരത്തിൽ ചിലരെങ്കിലും പ്രവർത്തിച്ചിരുന്നവർ പിന്നോട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവർക്ക് ഇവരുടെ ഇടപെടൽ, ഇവരുടെ സമൂഹം അതൊക്കെ ഇവരെ കൂടുതൽ മനസ്സിലാക്കുകയും പോസിറ്റീവായി അംഗീകാരം നൽകുകയും ചെയ്യുന്നതായി കാണുന്നു. ഇതെല്ലാം തന്നെ ഇവർക്ക് മനസ്സിന് സന്തോഷം നൽകുകയും പ്രവൃത്തികളിൽ, തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ആശങ്കകൾ വിട്ടുമാറുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസം അപ്രതീക്ഷിതമായി കുറേ പണം ഇവരിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ വസ്തിപ്രദേശമോ നട്ടെല്ലുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ആഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. കൂടുതലും എല്ലു സംബന്ധമായിട്ടുള്ള അസുഖമാണ്. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും ഉയരങ്ങളിലേക്ക് കയറുന്ന, സാഹസികമായി ഉയരങ്ങളിലേക്ക് കയറുന്ന അവസ്ഥകൾ, അതായത് ഒരുപാട് ഉയരമുള്ള കെട്ടിടങ്ങളിലൊക്കെ കയറുമ്പോൾ അങ്ങേയറ്റത്തെ കരുതലോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. ഒന്നും നിസ്സാരമായി വിചാരിക്കാതിരിക്കുക. വഴുക്കലുള്ള സ്ഥലത്ത് നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12-ാം തീയതി രാത്രി 8 മണി കഴിഞ്ഞ് 13, 14, 15, 16 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി നല്ല നേട്ടമാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കണം. അതുപോലെ തന്നെ ആരോടൊക്കെയോ മനസ്സിലുണ്ടായിരുന്ന പക, ആ പക തരുന്ന ആശങ്കകൾ, ഇതെല്ലാം തന്നെ ഇവരെ വിട്ടൊഴിയുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസം നല്ലതാണ്. അത് കഴിഞ്ഞാൽ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. അവസാന ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണകരം. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് അങ്ങേയറ്റത്തെ മനഃശുദ്ധിയോടുകൂടി, ഏറ്റവും മനസ്സാന്നിധ്യത്തോടുകൂടി ഓരോ കാര്യവും ചെയ്യാൻ സാധിക്കുന്നു. പൊതുവെ തങ്ങളോട് ആരെങ്കിലുമൊക്കെ അരുതായ്മകൾ ചെയ്യുമോ എന്ന ഭയവും, അല്ലാതെ തന്നെ ത്വക്കിനോ അല്ലെങ്കിൽ മനസ്സിനോ സാധാരണ മനസ്സിന് വല്ലാത്ത ആഘാതവും ഭയവും ഉണ്ടാകുമ്പോൾ അത് ത്വക്കിനെ ബാധിക്കുമെന്നാണ് പറയുക. അത് ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പുറമേ ഒരു സംരക്ഷണമായി നിൽക്കുന്ന ചർമ്മത്തെ അത് ബാധിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മാനസിക വിഷമമുള്ള സമയത്ത് ത്വക്കിന് എന്തെങ്കിലും തരത്തിലുള്ള അലർജി പോലുള്ള അസുഖങ്ങൾ വരിക എന്ന് വിദഗ്ധർ പറയാറുള്ളത്. ഒരുപക്ഷെ അത്തരം ആശങ്കകൾ പ്രത്യേകിച്ചും രാഹു നിൽക്കുന്നതിനാൽ ഇവരെ ബാധിക്കാം. അതിൻ്റെ ഫലമായിട്ടോ അല്ലാതെ തന്നെയോ ത്വക്കിന് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, ഒന്നാമതേ ഈ ക്ലൈമറ്റിൽ തന്നെ സൂര്യൻ്റെ ചൂട് വളരെ വലുതാണ്. അത് ത്വക്കിനെയാണ് കൂടുതലായി ബാധിക്കുക എന്നും എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഒരുപക്ഷെ വളരെ ആക്സിഡൻ്റലായി ഈ സമയത്ത് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ആശങ്കയെ തുടർന്നുണ്ടാകുന്ന ത്വക്ക് സംബന്ധമായ രോഗങ്ങളോ അലർജിയോ ഇവർക്കുണ്ടാകാം. എന്നാൽ സ്വാഭാവികമായി അതിനൊരു കുറവ് വന്നിട്ടുണ്ട്. പൊതുവെ ഇവരുടെ മനസ്സിൻ്റെ ആ ദുർബലത കുറേ മാറ്റം വന്നിരിക്കുന്നു അതിന്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരിലേക്ക് എത്താൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസവും ആഴ്ചയുടെ അവസാന ദിവസവും അതിന് ഏറ്റവും പ്രകടമായ ഒരു അവസരം കാണുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, ഇല്ലാത്തതുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ പലരെയും ഇവർ ശത്രുക്കളാക്കി മാറ്റാൻ ഇടയുണ്ട്. യഥാർത്ഥത്തിൽ ഇവരൊന്നും ശത്രുക്കളോ അല്ലെങ്കിൽ ഇവരോട് ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരത ചെയ്യുന്നവരോ ആവണമെന്നില്ല. മനസ്സിൻ്റെ ദൗർബല്യം കാരണം എല്ലാ നിഴലുകളെയും ഇവർ ശത്രുക്കളായി കാണുന്നു. അതുകൊണ്ടത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് അതാണ് പറയാനുള്ളത്. ചിലർക്കത് മാനസികമായ ദൗർബല്യമായും ചിലർക്കത് പ്രവർത്തനങ്ങളിലുണ്ടാകാവുന്ന കുറവായുമൊക്കെ വരാം. അതുകൊണ്ട് തന്നെ വളരെ ശക്തിയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ നിൽക്കാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചിലവൽപ്പം വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ വഴി അവർക്ക് പണം അങ്ങോട്ടേക്ക് ഏൽപ്പിക്കുന്നതോ ആയ സംഭവങ്ങൾ വഴിയാവാം പണത്തിന് കുറച്ചൊരു ദൗർബല്യം ഉണ്ടാകുന്നത്. എന്നാൽ പോലും കുറവില്ലാത്ത തരത്തിൽ ഇവരിലേക്ക് പണം എത്തുന്നു എന്ന് വേണം കരുതാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10-ാം തീയതി ഉച്ചവരെയും ശേഷം 14 രാത്രി 10:30 കഴിഞ്ഞ് 15, 16 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ ആദ്യ പകുതിയാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം.
ആഴ്ചയുടെ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ ഇവരുടെ കടബാധ്യത, അതായത് ഏതെങ്കിലും തരത്തിൽ ഇവർ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പണമോ മറ്റു കാര്യങ്ങളോ ഏറ്റിരുന്നത് കൊടുക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അത് എത്താൻ സാധിക്കാതെ ഇരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. പണം കൊടുക്കാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ ഏറ്റ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇവർക്കുണ്ടായിരുന്ന ചില കുഴപ്പങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ഇവർ ആരോടൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമോ പ്രവർത്തനങ്ങളിൽ ഇടയ്ക്കുണ്ടായ ചില ശത്രുതാ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന അകൽച്ചയോ ഒക്കെ മാറി ശത്രു മിത്രമായി മാറുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ചില സംരംഭങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു, അത് മുന്നോട്ട് പോകാൻ പറ്റുന്നു. മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ആലസ്യം, മനസ്സിനെ ബാധിച്ചിരിക്കുന്ന കർമ്മവൈമുഖ്യം, ഇതൊക്കെ മാറ്റിയെടുക്കാൻ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ സാധ്യമാകുന്നു എന്ന് വേണം കാണാൻ. ആദ്യ ദിവസം കഴിഞ്ഞാൽ പൊതുവെ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ കാര്യത്തിൽ മംഗളകരമായ പല കാര്യങ്ങൾ നടക്കുവാനോ സാധിക്കുന്നതായി കാണുന്നു. വിവാഹമോ പ്രണയമോ പൂവണിയുന്നതായി കാണുന്നു. വിവാഹ സംബന്ധമായോ ദാമ്പത്യ സംബന്ധമായോ എന്തെങ്കിലും തരത്തിലുള്ള അവശതകൾ ഉണ്ടായിരുന്നെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഗുണമാണ് കാണുന്നത്. രണ്ടാം പകുതി തുടങ്ങുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡായി, അപ്രതീക്ഷിതമായി ഇവർക്ക് ചില ശാരീരിക അവശതകൾ ഉണ്ടാകാനിടയുണ്ട്. പ്രത്യേകിച്ചും നട്ടെല്ലിൻ്റെ പിൻഭാഗം, അതായത് മൂലാധാര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കാൽമുട്ട്, പാദങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ പേശി സംബന്ധമായോ എല്ല് സംബന്ധമായോ എന്തെങ്കിലും അവശതകൾ ഉണ്ടാകാം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ആസൂത്രണം ചെയ്തിരുന്ന ചില യാത്രകളോ ചില ജോലി സംബന്ധമായ കാര്യങ്ങളിലെ ഗവേഷണ സംബന്ധമായ കാര്യങ്ങളിൽ മുഴുകാനുള്ള കാര്യമോ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. പിതാവിനും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അത്ര നല്ലതല്ല എന്ന് കാണുന്നു. അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ പരമാവധി ഇവരുടെ ജോലികൾ, ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ ജോലികൾ തീർക്കുന്നതും സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ ശേഖരിച്ചു വയ്ക്കുന്നതും നല്ലതാണ്. രണ്ടാം പകുതി താരതമ്യേന ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാലും അതുവഴി മനസ്സിനുണ്ടാകാവുന്ന ചില വൈഷമ്യങ്ങളാലും ചിലപ്പോൾ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വരുന്നു എന്ന് കാണുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ഗുണമുള്ള ദിവസങ്ങൾ 10, 11, 12 രാത്രി വരെ ഗുണകരമായ ദിവസമാണ്. 12 രാത്രി 8 മണി കഴിഞ്ഞ് 14 രാത്രി 10 വരെയാണ് അപ്രതീക്ഷിതമായ ചില ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഈ അവസരത്തിലും ഇവർക്ക് ചില ധനം വന്നു ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും ഇവർക്ക് ഈശ്വരാധീനം കാണുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായി ഇവർക്ക് അനുഗ്രഹം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ഭാഗ്യാധിപൻ അനുഗ്രഹമായി കർമ്മരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ. അതുപോലെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ചൊവ്വ സ്വന്തം രാശിയിലേക്ക് വരുന്നതിനാൽ ഇവർക്കത് അഷ്ടമരാശിയാണ്. പക്ഷേ അഷ്ടമത്തിൽ ചൊവ്വ ബലവാനായി നിന്നാൽ പൊതുവെ ഇവരുടെ വർക്കുകളിൽ, ഇവരുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലത കൈവരുന്നതായി കാണാം. അതുപോലെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഉണ്ടായിരുന്ന ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളാൽ ഇവർക്ക് ശരീരത്തിലുണ്ടായിരുന്ന ക്ഷീണിതാവസ്ഥ പെട്ടെന്ന് മാറുകയും ചെയ്യും. പെട്ടെന്നുണ്ടാകുന്ന ചില പ്രസരിപ്പും ഊർജ്ജസ്വലതയും ഇവരുടെ കർമ്മരംഗത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിലേക്കോ ഇവരുടെ കുടുംബത്തിലേക്കോ പണം വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ കർമ്മരംഗത്ത് ഒരു കടാക്ഷം, അനുഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ചും ഭാഗ്യം കുറച്ചുകൂടി നേരത്തെ ചെയ്തിരുന്ന ജോലി തന്നെ ആവാം. പക്ഷേ ഈ ആഴ്ചയിൽ ഇവർക്ക്, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം, ഒരു ഭാഗ്യം കൈവന്ന പോലെ തന്നെ നേരത്തെ ചെയ്തിരുന്ന അതേ ജോലിയിൽ നിന്ന് ഇവർക്ക് വിജയമുണ്ടാകുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ പ്രവർത്തിച്ചിരുന്നിടത്ത് വലിയ വിജയങ്ങൾ ഉണ്ടാകാതിരുന്ന സ്ഥാനത്താണ് ഈ ആഴ്ചയിൽ അതേ ജോലിക്ക്, അതേ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് കുറച്ചുകൂടി പരിഗണന ലഭിക്കുകയും അതിൽ നിന്ന് ധനപരമായ നേട്ടവും മാനസിക സന്തോഷവും ലഭിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ കുറേ കാലമായി ഇവരിൽ ഉണ്ടായിരുന്ന ചില ശത്രുതാ മനോഭാവത്തിൽ അല്ലെങ്കിൽ ദുർവിധി എന്ന് പറയുന്ന തരത്തിൽ കുറേ വസ്തുതകൾ ഇവരെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എല്ലാം ഏതാണ്ട് പൂർത്തിയായി എന്ന ഘട്ടത്തിൽ പോലും ചിലപ്പോൾ പരാജയം ആയിരിക്കും ഇവരുടെ മുന്നിൽ അവസാനം എത്തുന്നത്. എന്നാൽ ആ അവസ്ഥയ്ക്ക് ഈ ആഴ്ചയിൽ ഒരു മാറ്റം വരുന്നതായി കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിലെ വിജയം ഇവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. അത് ആ വിജയം വെറും വിജയമായി മാത്രമല്ല, ഇവർക്കൊരു സാമ്പത്തിക നേട്ടമായി മാറുന്നു എന്നും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണകരമാണ്. ദോഷം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ചില സന്തോഷത്തിൻ്റെയോ പെട്ടെന്നുണ്ടാകുന്ന ചില നേട്ടങ്ങളുടെയോ ഫലമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ആവേശമാണ്. അത്തരം ആവേശങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങളിൽ
ഭാരമുള്ള വസ്തുക്കളോ കട്ടിയുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള ആയുധങ്ങളോ ചിലപ്പോൾ വൈദ്യുതിയോടും തീയോടും കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന സന്ദർഭങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു ശ്രദ്ധ വേണമെന്ന് മാത്രം. അതുപോലെ ചിലപ്പോൾ വാക്കുകൾ പരിധി വിട്ട് പുറത്തേക്ക് പോകാം. അതുകൊണ്ട് സംഘർഷമോ അഭിപ്രായ വ്യത്യാസമോ കേസോ കോടതിയോ ഒക്കെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അത്തരം കാര്യങ്ങളും ശ്രദ്ധ വേണം. സഹോദര സ്ഥാനത്തുള്ളവരുമായി തർക്കങ്ങളുണ്ടാകാം. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും എവിടെയെങ്കിലും ഒരു വിഷാദം അതിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും ഗുണം. അവർക്ക് ശാരീരികമായ ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണം കാണുന്നു. അതുപോലെ തന്നെ ഇവർ ശത്രു എന്ന് പ്രഖ്യാപിച്ചിരുന്ന വ്യക്തി അതൊരു പക്ഷേ ഇവരുടെ തെറ്റായ ധാരണ കൊണ്ടാവാം. അങ്ങനെ ശത്രുതാ സ്ഥാനത്തു നിന്നുകൊണ്ടല്ല, ഇവരുടെ മിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ രൂപത്തിൽ തന്നെ ഇവർക്ക് സഹായം അരുളുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ കന്നിക്കൂർ വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്ക് നിന്ന് ഘടകവിരുദ്ധമായി ഇവർക്ക് പലതും ഭാഗ്യമായി വരുന്നു. സ്വന്തം ശ്രമങ്ങളിൽ ആവേശം കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഈ ആഴ്ച വരാൻ സാധ്യത. അത് കരുതിക്കൂട്ടി ജാഗ്രതയോടുകൂടി ചെയ്യുക എന്ന് വേണം പറയാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10 ഉച്ചകഴിഞ്ഞ് 11, 12, 13, 14 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. 14 രാത്രി 10 വരെ. ശേഷം തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ധനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ നേടിക്കൊണ്ടുള്ള സഹായമോ ഫർണിച്ചർ വാങ്ങിക്കൊണ്ടുള്ള ഗുണമോ ഒക്കെ ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ കുടുംബത്തിൽ നിൽക്കാൻ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാധ്യമാവണമെന്നില്ല, പ്രത്യേകിച്ചും തുടക്ക ദിവസങ്ങളിൽ. എന്തെന്നാൽ ജോലി കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നു സാമ്പത്തികം കൂടുതലായി ഉണ്ടാക്കാൻ എന്നുള്ള വസ്തുത കൊണ്ടോ ഇവർക്ക് ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം. കുറച്ചുകൂടി യാത്ര ചെയ്തുകൊണ്ടുള്ള ചില ജോലി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് യാത്ര വേണ്ടി വരുന്ന ഒരാഴ്ചയാകാം ഇത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം വളരെ തിരക്കുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. യാത്ര, പ്രവർത്തനങ്ങളിൽ വിജയം, പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ ശാരീരികവും മാനസികവുമായ പങ്ക് തെളിയിക്കപ്പെടേണ്ട അവസ്ഥ, ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ നിൽക്കാനുള്ള സാധ്യത കുറയുന്നു. എന്നാൽ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി നടത്താനുള്ളൊരവസരം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനുള്ള ശേഷി സാമ്പത്തിക രൂപത്തിലും അതുപോലെ തന്നെ മറ്റാൾക്കാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടും അത് സാധ്യമാവുന്നതായി കാണുന്നു. അപാരമായ ഈശ്വരാധീനം ഇവർക്ക് വീണ്ടും കൈവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് വസ്തുവകകൾ തിരിച്ചു കിട്ടുന്ന കാര്യത്തിലും അല്ലെങ്കിൽ കടക്കണിയിലായിരുന്ന വസ്തുക്കൾ തിരിച്ചെടുക്കുന്ന കാര്യത്തിലും ഒക്കെ ഇവർക്ക് സഹായം കിട്ടുന്നതായി കാണുന്നു. അത് ദേവീ കടാക്ഷത്തിൻ്റെയും സാക്ഷാൽ സർവേശ്വരൻ്റെ സഹായത്താലും അത് അനുഗ്രഹമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിൽ മുമ്പുണ്ടായിരുന്ന കടബാധ്യതയിൽ നിന്ന് ആശ്വാസം കിട്ടുന്ന തരത്തിൽ ഒക്കെ ഇവർക്കത് അനുഗ്രഹമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളുടെ ആശങ്കകൾക്ക് മാറ്റം വരുന്നു. അതുപോലെ പുതിയ ചില സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കോ ഉണ്ടായിരുന്ന ഭയപ്പാടുകൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. വിദേശത്തു നിന്ന് ധനസഹായം വരാനുള്ള സാധ്യത, അതുപോലെ തന്നെ തങ്ങളുടെ വസ്തുവകകൾ ഏതെങ്കിലും തരത്തിൽ വിറ്റുപോകാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നവർക്ക് അതിൽ അനുകൂലമായ മാറ്റങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു, പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ബന്ധങ്ങൾ ചിലപ്പോൾ ഇവർക്ക് മനസ്സിന് വല്ലാത്ത ഭയവും മനസ്സിൽ വല്ലാത്ത മുറിവും ഉണ്ടാക്കിയിരുന്നതിന് മാറ്റമുണ്ടാകുന്നു. ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ ഉണ്ടായിരുന്ന ശാരീരികമായ അവശതയ്ക്കൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. അത് ഇവരുടെ മനസ്സിനും സന്തോഷം ലഭിക്കുന്ന തരത്തിൽ മാറുന്നു. പൊതുവെ അനുകൂലം തന്നെയാണ്, ദോഷം ഒന്നും കാണാൻ സാധ്യമല്ല. ഉദരസംബന്ധമായ രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പണ്ട് എപ്പോഴെങ്കിലും ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ശത്രുത ഏറ്റിട്ടുള്ളവർ നിശബ്ദരായി ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സന്ദർഭം കിട്ടുമ്പോൾ അവർക്ക് വിജയിക്കാൻ സാധിക്കും എന്നതും മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് തങ്ങളുടെ കർമ്മ മേഖലയിൽ അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി നിൽക്കുക. ഒട്ടും മനസ്സ് അശ്രദ്ധമാവാതെ ഉഴപ്പാതെ നോക്കുക. പ്രാർത്ഥന കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്
12-ാം തീയതി രാത്രി 8:30-ക്ക് ശേഷം 13, 14, 15, 16 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഓർക്കാപ്പുറത്ത് ചില സഹായങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും വൃശ്ചികക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരിൽ നിന്ന് സഹായമുണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളാലും സഹായമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ ധനസഹായം ചിലപ്പോൾ വീട് വാങ്ങുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സ്വത്തുവകകൾ വാങ്ങുന്ന കാര്യത്തിലോ, ഇതൊന്നുമല്ലെങ്കിൽ പുതിയ സംരംഭത്തിന് വേണ്ടി ശ്രമിക്കുന്ന ചില കാര്യങ്ങളിൽ കുറേ പണം കിട്ടുന്ന കാര്യത്തിലോ ആവാം ഇവർക്ക് സഹായമായി വരുന്നത്. എന്തായാലും അത് ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. ആരിൽ നിന്നെങ്കിലും കുറേ അധികം പണം വാങ്ങിയിരുന്നത് കൃത്യസമയത്ത് കൊടുക്കാൻ സാധിക്കാതിരുന്നതിൻ്റെ വിഷമം മാറിക്കിട്ടുന്നു ഈ ആഴ്ചയിലെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസത്തിന് ശേഷം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. പ്രവർത്തിക്കാൻ സാധ്യമായ തരത്തിൽ ഇവർക്കിപ്പോൾ ഇവരുടെ കഴിവ്, അതായത് സ്കിൽസ് ഉപയോഗിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ, കലാപരമായ കഴിവ് ഉപയോഗിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ജോലിക്കാരനാണ്, അവർക്ക് ആ ജോലിയിൽ അങ്ങേയറ്റത്തെ മികവോടുകൂടി അവരുടെ കർമ്മം പുലർത്താൻ സാധിക്കുന്ന തരത്തിലൊക്കെ തന്നെ അവരുടെ ഈ കഴിവുകൾ വികസിക്കുന്നതായിട്ട് കാണുന്നു. കൃത്യമായി പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രവർത്തന രംഗത്ത് ഏറ്റവും തിളക്കമാർന്ന ഒരു അധ്യായം കുറിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം ഇത് കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പണം കൂടുതൽ ആവശ്യമുള്ള ചില സംരംഭങ്ങൾക്കും സഹായം വരുന്നതായും കാണുന്നുണ്ട്. അത് ഈശ്വരീയമായ ഒരു അനുഗ്രഹമാണ്. പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കില്ല വരുന്നത്. അപ്രതീക്ഷിതമായി മുമ്പ് എപ്പോഴോ ചോദിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്ന് വേണം ഇവരെക്കുറിച്ച് പറയാൻ. അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ ഗുണകരമായ കാലമാണ്. പ്രവർത്തിക്കാൻ ഇവർക്കിപ്പോൾ എല്ലാ തരത്തിലും വഴികൾ തെളിഞ്ഞു വരുന്നുണ്ട്. ചില മുടക്കങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഈ വസ്തുവകകളും അതുപോലെ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളും താമസിക്കുന്ന സ്ഥലങ്ങളുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ കടത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപൂർണതയുടെയോ കാര്യത്താൽ വിഷമിക്കുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്നു. ബാധ്യത കടത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ അതിൽ കുറേയധികം ആശ്വാസം കിട്ടുന്നു. അതുപോലെ മറ്റേതെങ്കിലും അസ്വസ്ഥമായ അവസ്ഥകൾ, അപൂർണമായി കിടക്കുന്ന അവസ്ഥകൾ തങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലോ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലോ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണം കാണുന്നു. എന്നാൽ ദോഷമുണ്ടാകുന്ന ഒരവസ്ഥ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മാതൃകുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുമല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ട് ഇവർക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ, അത് ചിലപ്പോൾ വാക്കുകൾ ഏറ്റവും രൂക്ഷമായി പ്രയോഗിക്കുക വഴി മനസ്സിന് വല്ലാത്ത വിഷമമോ ദുഃഖമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയോ കാണുന്നുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം എന്ന് കാണുന്നുണ്ട്. പഴകിയ വാഹനങ്ങൾ മാറ്റണം, അതിൻ്റെ കാലമായി എന്നും കാണുന്നു. കെട്ടിടത്തിൻ്റെ, സ്വന്തം വീടിൻ്റെ ആയാലും പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലത്തിലെ കെട്ടിടമായാലും ശരി, അതിൻ്റെ ആന്തരിക സ്ഥലങ്ങൾ കൂടുതൽ നന്നായി പരിശുദ്ധമായി വയ്ക്കാൻ ഇവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒന്നുകിൽ വീട് മോടി പിടിപ്പിക്കുക, മനോഹരമാക്കുക, അണുവിമുക്തമാക്കുക എന്നൊക്കെ കാണുന്നു. സന്താനങ്ങൾക്ക് ശാരീരികമായ അവശത വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ എന്തെങ്കിലും വിഷമം അവർക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്കും പഠന സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയൊരു ആലസ്യം കാണുന്നുണ്ട്. എന്നാൽ പൊതുവേ ഇവരുടെ പ്രവർത്തനങ്ങളിലും ധനപരമായ വരവിലും വലിയ ദോഷം കാണുന്നില്ല. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ് തീരുമാനിക്കുന്നതായിരിക്കും ഇവർക്ക് നല്ലത്. ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ചില പ്രണയബന്ധങ്ങളിൽ ചെറിയ ചില കല്ലുകടികളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പക്ഷേ അതൊന്നും ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. അതുപോലെ വിവാഹ സംബന്ധമായ കാര്യത്തിലും ഒരു ചെറിയ മുന്നേറ്റം, ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ മാറ്റം, കുറച്ചുകൂടി ഒരു തീയതി മാറ്റിവെക്കൽ ആവശ്യമായി വരുന്നു എന്ന് കാണുന്നു. പിന്നീടത് മംഗളകരമായി നടക്കുമെന്നും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14-ാം തീയതി രാത്രി 10:30-ക്ക് ശേഷം 15, 16 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം തരുന്നത് ഇവരുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ദമ്പതികളാണെങ്കിൽ ജീവിത പങ്കാളി തന്നെ ഇപ്പോൾ ഇവരെ തള്ളിപ്പറയാം.
അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത്, കർമ്മരംഗത്ത്, ജോലി സ്ഥലത്ത് ഇവർ ഏറ്റവും വിശ്വസ്തരെന്ന് വിചാരിച്ചിരുന്നവർ ഇവരെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറഞ്ഞു വരുത്താം. അത് മനസ്സിന് വിഷമമുണ്ടാക്കാം. ഏതു സമയത്തും തൊഴിൽ മേഖലയിൽ ഇവർക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ സംബന്ധമായിട്ടാണെങ്കിൽ പേരിന് മാത്രമായിട്ടായിരിക്കും ഒരു ജീവിത പങ്കാളി എന്ന് പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇവരുടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അത് സ്വന്തം മനസ്സിൻ്റെ വിഷമങ്ങൾ പറഞ്ഞറിയിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആൾ സഹായമോ പണത്തിൻ്റെ രൂപത്തിലുള്ള സഹായമോ നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഒരു അമാന്തം കാണുന്നു, താമസം കാണുന്നു. അതുകൊണ്ട് തന്നെ ധനിക്കൂറിൽപ്പെട്ടവർക്ക് ജീവിത പങ്കാളിയോടുള്ള ഒരു ആത്മാർത്ഥത കുറയുകയോ അല്ലെങ്കിൽ ജീവിത പങ്കാളി ഇല്ലെങ്കിലും തനിക്ക് ജീവിക്കാൻ സാധിക്കണമെന്നൊരു ചിന്ത അവർക്ക് ഉടലെടുക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ജോലി സ്ഥലത്തും ഈ ഒരു കാര്യം വേണം. ഒരു ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മസ്ഥലത്തും ചിലപ്പോൾ ചിലർക്കെങ്കിലും അവരുടെ കുടുംബസ്ഥലത്തും ഇത് ആവശ്യമായി വരുന്നു. എന്തായാലും സ്വന്തം വ്യക്തിത്വവും അവരുടെ ആന്തരിക ഭാവങ്ങളും മനസ്സും ശക്തമാക്കാനും അതിന് അനുയോജ്യമായ വിധത്തിൽ ഗ്രഹങ്ങളുടെ വിന്യാസത്തിൽ വ്യാഴം ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നതിനാലും ഒരിക്കലും അവർക്ക് മറ്റുള്ളവരാൽ ഒരു തേജോവധമുള്ള അവസ്ഥ കിട്ടില്ല എന്ന് തന്നെ ഉറപ്പ് പറയേണ്ടിയിരിക്കുന്നു. ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നായാലും തൊഴിൽ മേഖലയിൽ അപഹസിക്കുന്ന മറ്റ് സഹപ്രവർത്തകരുടെ ഇടയിലായാലും ഇവർ ആദ്യന്തം തോൽക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവരോടൊപ്പമുള്ളത് ഈശ്വരനാണ്, സർവേശ്വരനാണ്. ഒരിക്കൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നിന്നാലും കൂടെ ഭഗവാനുണ്ടെങ്കിൽ അത് പതിനായിരക്കണക്കിന് ആൾ കൂടെ നിൽക്കുന്നതിന്, ശക്തരായ പതിനായിരക്കണക്കിന് ആൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾ കൂടെ നിൽക്കുന്നതിന് തുല്യമാണ്. കൗരപാണ്ഡവ യുദ്ധത്തിൽ അത് തെളിയിക്കപ്പെട്ടതാണല്ലോ. 5 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും കൃഷ്ണൻ അവരുടെ ഭാഗത്തു നിൽക്കുന്നത് കൊണ്ട് കൗരവരുടെ 101 പടകൾക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. അത് മനസ്സിലാക്കുക. ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ മറ്റാരും വേണ്ട എന്നൊരവസ്ഥ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകും. അത് കൃത്യമായി മനസ്സിലാക്കി അവർ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ പ്രവർത്തന സ്ഥലത്തായാലും ശരി, കുടുംബത്തിലായാലും ശരി, ഇവർ ആത്മാർത്ഥത കൈവിടാതെ നീതിപൂർവ്വം ഇവരുടെ കർമ്മങ്ങൾ ചെയ്യുക. കൃത്യമായിട്ടും ഇവർക്ക് ഇവരുടെ അനുഭവങ്ങൾ, പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. ധനപരമായ കാര്യത്തിലും ഇവർക്കിപ്പോൾ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൃത്യമായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ഓരോ ചെലവുകളും അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങളും അതിനനുസരിച്ച് തന്നെ പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഒന്നിനും മറ്റൊരാളെ പരിപൂർണമായി ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥ പ്രത്യേകിച്ചും ധനപരമായ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെ കരുതണം. അതുപോലെ ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസങ്ങൾക്ക് ശേഷം, ആദ്യ ദിവസം പകുതിക്ക് ശേഷം പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും അല്പമെങ്കിലും ഇവരോട് സ്നേഹമോ അഭ്യുദയകാംക്ഷികളായ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള സഹായം ആഴ്ചയുടെ ആദ്യ ദിവസം പകുതിക്ക് ശേഷം ഇവർക്കുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കാരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഇവർക്ക് മനോബലം വർദ്ധിപ്പിക്കുകയും മനസ്സിന് സന്തോഷം ലഭിക്കുകയും ഉത്സാഹപൂർവ്വം ഇവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യും. അപ്പോൾ ഈ ദിവസങ്ങൾ തന്നെയാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടത്തിനുമൊക്കെ ഉതകുന്നത്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയമൊക്കെ ആഴ്ചയിൽ ആദ്യത്തെ ഒരു ദിവസത്തിന് ശേഷം ആദ്യ പകുതിയിലെ ഈ 2.5 ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണം. പക്ഷേ അതുമതി, അതവർക്ക് മാക്സിമം ഗുണങ്ങളെ കൊടുക്കും. ശാരീരികമായി ശ്രദ്ധിക്കേണ്ടത് മുഖരോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മോണ, പല്ല്, മൂക്ക്, കണ്ണ്, ചെവി, ത്രോട്ട് ഈ ഭാഗങ്ങളിലോ നെറ്റിത്തടത്തിലെ അല്ലെങ്കിൽ മുഖത്തെ നേർമയേറിയ ചർമ്മത്തിനോ ഒക്കെ എന്തെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതയോ അലർജിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 10 ഉച്ചയ്ക്ക് ശേഷം 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് 11-12 രാത്രി 8:30 വരെ ഇവർക്ക് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ നിന്ന് ശുക്രൻ 2ാം പകുതിയിലാകുമ്പോൾ അടുത്ത രാശിയിലോട്ടാണ് പോകുന്നത്. അത് ഇവരെ സംബന്ധിച്ച് 6ആണ്. 6ലെ ശുക്രൻ സാമ്പത്തിക നേട്ടത്തിനോ പ്രവർത്തനങ്ങളുടെ ദോഷത്തിനോ നിൽക്കില്ല. മറിച്ച് സാമ്പത്തിക നേട്ടത്തിന് ഗുണം ചെയ്യുകയും പ്രവർത്തന ദോഷത്തിന് അനുകൂലമല്ലാതെ പ്രതികൂലമായി നിൽക്കുകയും ചെയ്യും. അതായത് പ്രവർത്തിക്കുന്നതിനുള്ള ശക്തി നൽകുകയും അതിൽ നിന്ന് ധനം നേടാനുള്ള ശക്തി തരികയും ചെയ്യും. എന്നാൽ
ദാമ്പത്യത്തിന് അത്ര നല്ലതല്ല. ഒന്നുകിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളിൽ ചിലപ്പോൾ ചിലരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. ഇതൊന്നുമല്ലെങ്കിൽ ഒരേ കൂരയ്ക്ക് കീഴിൽ ദമ്പതികൾ എന്ന നിലയിൽ നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ പ്രവർത്തനങ്ങളുടെ തിരക്ക് കൊണ്ടോ രോഗാതുരത കൊണ്ടോ മറ്റെന്തെങ്കിലും ആവശ്യം കൊണ്ടോ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. ഈ ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുള്ള സാധ്യതയുണ്ട്. ഉദരരോഗത്തിന് സാധ്യതയുണ്ട്. അസിഡിറ്റി വർദ്ധിക്കുന്ന വിധത്തിലുള്ള ആഹാരങ്ങൾ, വളരെ എരിവുള്ള ആഹാരങ്ങൾ, ഇതൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസവും അത് കഴിഞ്ഞാൽ ആദ്യ പകുതി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രവർത്തനങ്ങളിൽ ഔത്സുക്യപൂർവ്വം ഇടപെടാനും കൂടുതൽ പ്രവർത്തനക്ഷമത പുലർത്താനും ഇവർക്ക് സാധിക്കുന്നു ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മാതാവിൻ്റെ കുടുംബത്തിനോ മാതാവിനോ വേണ്ടി പണം ചിലവഴിക്കുമെന്ന് കാണുന്നു. വാഹനത്തിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണി വന്നേക്കാം. അതുപോലെ വീടിനും കെട്ടിടങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള കെട്ടിടങ്ങൾക്ക് എന്തെങ്കിലും നവീകരണ പരിപാടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് ഈ ആഴ്ച ചിലപ്പോൾ തുടങ്ങി വയ്ക്കാം. സ്വന്തം വീടിൻ്റെ മോടി പിടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അതും ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. ബന്ധുക്കളുമൊത്ത് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ ബന്ധുക്കളുമൊത്ത് ചില പുതിയ സംരംഭങ്ങൾ ഏർപ്പെടുകയോ ചെയ്യാം. അതിൻ്റെ നാന്ദി എന്തായാലും ഗുണകരമായിട്ടാണ് കാണുന്നത്. തുടക്കം ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളില്ല. ഇനി വരുന്ന മാസങ്ങളിലൊക്കെ വളരെ ഗുണകരമായ അവസ്ഥാവിശേഷം എന്തായാലും മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകും. ഇപ്പോൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അവർക്കൊരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ മകരക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാൾ സ്ത്രീകളോട് ഇടപഴകുമ്പോഴും തിരിച്ച് മകരക്കൂറിൽപ്പെട്ട സ്ത്രീകൾ പുരുഷന്മാരോട് ഇടപഴകുമ്പോഴും പ്രത്യേകിച്ചും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഇടപഴകുമ്പോൾ വളരെ കരുതൽ ആവശ്യമാണ്. അല്ലെങ്കിൽ ശത്രുതാസ്ഥാനത്ത് നിർത്തി ചിലപ്പോൾ അപവാദങ്ങൾ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 10-ാം തീയതി ഉച്ചവരെയും അത് കഴിഞ്ഞാൽ പിന്നെ 12 രാത്രി 8 മണി കഴിഞ്ഞ് 13-14 രാത്രി 10:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി ചതയം പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം വളരെ അനുഗ്രഹീതമായി നിൽക്കുന്ന ഒരു ആഴ്ചയാണിത്. പണത്തിൻ്റെ രൂപത്തിലും വീട് നിർമ്മിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലും അതുപോലെ തന്നെ പുതിയ വസ്ത്രം ലഭിക്കുന്നതിലും സമ്മാനങ്ങൾ ലഭിക്കുന്നതിലും ജോലി സംബന്ധമായ കാര്യത്തിൽ മനസ്സിന് സന്തോഷം നൽകുന്ന പദവി ലഭിക്കുന്നതോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അവർക്ക് കൂടുതൽ അംഗീകാരം കിട്ടുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നതും ഒക്കെ തന്നെ ഈ ആഴ്ചയിൽ സാധ്യമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഈ ആഴ്ചയിൽ ഭാഗ്യം പോലെ ഇവർക്ക് വന്നു ചേരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലും ഇവർക്ക് വളരെ ഗുണകരമാണ്. താരതമ്യേന 4.5 ദിവസത്തോളം ഈ ആഴ്ചയിൽ ഇവർക്ക് നേട്ടമാണ് കാണുന്നത്. പ്രധാനമായും സാമ്പത്തിക നേട്ടം തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് നിദാനമാകുന്ന അവരുടെ കർമ്മമേഖല കുറച്ചുകൂടി പുഷ്ടി പ്രാപിക്കുന്നതായി കാണുന്നു. അങ്ങനെ പുഷ്ടി പ്രാപിക്കണമെങ്കിൽ ഇവരുടെ ഇന്നർ വ്യക്തിത്വവും ബാഹ്യ വ്യക്തിത്വവും ഒരുപോലെ പുരോഗമിക്കപ്പെടുന്നു എന്ന് വേണം ചിന്തിക്കാൻ. തങ്ങളിൽ ഉണ്ടായിരുന്ന മാനസികമായ എന്തെങ്കിലും വൈഷമ്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. മനസ്സിന് സന്തോഷമുണ്ടാകുമ്പോഴാണ് പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏകാഗ്രതയോടുകൂടി ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം ഒരു അവസ്ഥാവിശേഷം ഇപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. സന്താനങ്ങളുടെ മംഗളകരമായ കാര്യങ്ങളിലോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതായി കാണുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. അതുപോലെ ജോലിയിൽ അർപ്പിക്കുന്ന പുതിയ ആശയങ്ങൾക്ക് ആവിഷ്കാരങ്ങൾക്ക് ഒക്കെ പുരോഗതി ഉണ്ടാകുന്നു. അതിൽ നിന്ന് കൂടുതൽ കർമ്മപുഷ്ടി കൈവരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ അർപ്പിക്കുന്ന ക്രിയാത്മകത, ബുദ്ധിശക്തി ഇതൊക്കെ തന്നെ പ്രയോജനപ്രദമായി വരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. മുഖം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളവും. പ്രത്യേകിച്ച് അലർജി സംബന്ധമായ അസുഖങ്ങളോ ബാക്ടീരിയൽ അസുഖങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ വാഹനം പുതിയത് വരുന്നതായിട്ടോ അല്ലെങ്കിൽ വീടിൽ എന്തെങ്കിലും മാറ്റം വരുന്നതായിട്ടോ പുതിയ വീട്ടുപകരണങ്ങൾ ലഭിക്കുന്നതായിട്ടോ കാണുന്നുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതിയിലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഗുണങ്ങളാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10-ാം തീയതി ഉച്ച കഴിഞ്ഞ് 11, 12 രാത്രി 8 മണി വരെയും ശേഷം 14 രാത്രി 10:30 മണി കഴിഞ്ഞ് 15, 16 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്.
അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ധനം ഒക്കെ കിട്ടുകയും വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ കുറച്ചുകൂടി വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങാനോ കുറച്ചുകൂടി പണം ചെലവഴിക്കാനോ സാധിക്കുന്നു. വീടിൻ്റെ ആന്തരിക ഭാഗങ്ങൾ, ഇൻറ്റീരിയർ ഏരിയാസ് കൂടുതൽ ഡിസൈൻഫുൾ ആക്കാൻ, കൂടുതൽ മനോഹരമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. വാഹനം പുതിയത് വാങ്ങാൻ സാധിക്കുന്നു. മാതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എന്തെങ്കിലും അസ്വസ്ഥതകൾക്ക് മാറ്റം വരുന്നു. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം കാണുന്നു. തങ്ങളുടെ ഓഫീസ് പ്രവർത്തനങ്ങളിലും കുറച്ചുകൂടി പുരോഗതി ഉണ്ടാകുന്നു. കുറേ കാലമായി ഏതെങ്കിലും വിധത്തിൽ വൈഷമ്യത്തിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംവദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്തിരുന്ന ആൾക്കാരുമായി കുറച്ചുകൂടി തുറന്ന മനസ്സോടുകൂടി ഇടപഴകാൻ സാധിക്കുന്നതായി വരുന്നു. ഇടയിലുണ്ടായിരുന്ന സംഘർഷങ്ങളും വിഘാതങ്ങളുമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. കർമ്മത്തിൽ കൂടുതൽ പുഷ്ടി പ്രാപിക്കുന്നു. കർമ്മത്തിന് കുറച്ചുകൂടി തിളക്കമുള്ള ഒരു അവസ്ഥ വരുന്നു. വിഭവശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി ഒരു തുറന്ന മനസ്സ് കാണിക്കാൻ സാധിക്കുകയും അതിൻ്റെ പ്രതിഫലനം എന്നോണം ഇവരുടെ വ്യക്തിത്വത്തിന് വികസനമുണ്ടാവുകയും ചെയ്യുന്നതായി കാണുന്നു. അതേസമയം ഇവർ ശ്രദ്ധിക്കേണ്ടത് അനാമത്ത് ചിലവുണ്ടാകാം. പണം തങ്ങളിൽ നിന്ന് കബളിപ്പിക്കപ്പെട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ അത്യാവശ്യമെന്നോ ഒക്കെ പറഞ്ഞ് പലരും ഇവരെ വന്ന് കബളിപ്പിച്ച് പണം കൊണ്ടുപോകാനുള്ള സാധ്യത പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ രണ്ടാം പകുതിയിൽ അങ്ങനെ വരുന്നില്ല. പണം ഇവരിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരിൽ നിന്നാരും അത് പറ്റിച്ചു കൊണ്ടുപോകുന്നതായി കാണുന്നില്ല. ശാരീരികമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ തടസ്സങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ രോഗങ്ങളുടെ രൂപത്തിലോ അത് വരാം. ഉദര സംബന്ധമായിട്ടുള്ള രോഗത്തിനും സാധ്യത ഈ ആഴ്ച കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനം ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്തുള്ള വലിയ ഒരു തിളക്കമാണ്. കലാകാരന്മാർക്കാണെങ്കിൽ ഏറ്റവും നന്നായി അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. സാധാരണ മനുഷ്യരാണെങ്കിൽ അവർക്കറിയാവുന്ന കർമ്മമേഖല ഏറ്റവും നന്നായിട്ട് അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അർപ്പിക്കാൻ സാധിക്കുന്നു. പൊതുവേ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് തന്നെ ആത്മവിശ്വാസം കൈവരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വർധനവും ഇവർക്കുണ്ടാകുന്നു. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 10-ാം തീയതി ഉച്ചവരെയും ശേഷം 12 രാത്രി 8 മണി കഴിഞ്ഞ് 13, 14 രാത്രി 10 വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ശനിദോഷ പരിഹാരത്തിന് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. അമ്പലത്തിൽ പോയി ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് ജപം പരമപ്രധാനമാണ്. ആർക്കും ജപിക്കാം. എപ്പോഴും കലിയുഗത്തിൽ ജപമാണ് പരമപ്രധാനം. അപ്പോൾ പോകാൻ സാധിക്കാത്തവർക്ക് ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കാം. അല്ലാത്തവർക്കും ജപിക്കാം. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ ശനിയാഴ്ച വ്രതശുദ്ധിയോടുകൂടി പോയി സന്ദർശനം നടത്തി നീരാഞ്ജനം അർപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. കഷ്ടപ്പെടുന്നവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ ശ്രമിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വ്രതശുദ്ധിയോടുകൂടി ദർശനം നടത്തുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ ഇവയൊക്കെ ഏറ്റവും നല്ലതാണ്. ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗദോഷ പരിഹാരങ്ങൾക്ക് നാഗദൈവങ്ങൾക്ക് 100 പാലും അർപ്പിക്കാം. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. കേതുദോഷത്തിന് ഗണപതിക്ക് കറുകമാല അർപ്പിക്കാം. അതുപോലെ നാളികേരം മുടയ്ക്കാം. അതുപോലെ തീർച്ചയായിട്ടും ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഉണ്ണിയപ്പ നിവേദ്യം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.